Hello everyone, welcome to the course on Electrical Machine Design. We are discussing Module 5. Module 5, today we are entering to selection of rotor slots followed by design of rotor conductors. ഡിസൈൻ ഓഫ് റോട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ രണ്ട് പ്രധാനപ്പെട്ട റോട്ടർ കൺസ്ട്രക്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ക്വിറൽ ഗേജ് ടൈപ്പ് റോട്ടർ കൺസ്ട്രക്ഷൻ ആൻഡ് അതർ വൺ ഈസ് സ്ലിപ്പ് റിംഗ് ടൈപ്പ് റോട്ടർ കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇതിനെ രണ്ടിൻ്റെ നടുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എയർ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ. എന്തുകൊണ്ടാണ്? പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ആയ മാഗ്നറ്റൈസിങ് കറണ്ട്, power factor, overload capacity, cooling and noise that are affected by this length of air gap. ഓക്കെ, സ്റ്റേറ്ററിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, റോട്ടറിലേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഇൻഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് ഈസ് വെരി ക്രിട്ടിക്കൽ ഇൻ ദ ഡിസൈൻ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലാർജർ എയർ ഗ്യാപ്പ് ലെങ്ത്? ലെറ്റ് us first discuss about what are the advantages. ഇൻക്രീസ്ഡ് ഓവർലോഡ് കപ്പാസിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് കൂളിംഗ്. അതായത് ലാർജർ എയർ ഗ്യാപ്പിൻ്റെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടുമ്പോഴും ഓവർലോഡ് കപ്പാസിറ്റി കൂടും, അതുകൂടാതെ കൂളിംഗ് കപ്പാസിറ്റിയും കൂടും. അതുകൂടാതെ അൺബാലൻസ്ഡ് മാഗ്നറ്റിക് പുള്ള് അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾസോ ടൂത്ത് പൾസേഷൻ ഈസ് റെഡ്യൂസ്ഡ്, നോയ്സ് ഈസ് റെഡ്യൂസ്ഡ്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലാർജർ എയർ ഗ്യാപ്പ് ലെങ്ത്. And what are the disadvantages? Increased magnetizing current and reduced power factor. These are the two disadvantages for having lesser air gap length. Okay, based on this, air gap length can be calculated by using the formula 0.2 plus 2 root dl. Equation ഉപയോഗിച്ച് നമുക്ക് air gap lengthന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. Next is selection of number of rotor slots. പ്രോപ്പർ നമ്പർ ഓഫ് റോട്ടർ സ്ലോട്ട്സ് എന്ന് പറയുന്നത് വി ഹാവ് ടു ബി സെലക്റ്റഡ്. എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും? ബൈ കൺസിഡറിങ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റർ സ്ലോട്ട്സ് ആൻഡ് റോട്ടർ സ്ലോട്ട്സ്. അതായത് സ്റ്റേറ്റർ സ്ലോട്ട്സും റോട്ടർ സ്ലോട്ട്സും തമ്മിലുള്ള പ്രൊപ്പോർഷൻ അനുസരിച്ച്, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോട്ടർ സ്ലോട്ട്സിന്റെ വാല്യൂ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഷുഡ് അവോയ്ഡ് അൺഡിസൈറബിൾ എഫക്ട്സ് ഇൻ ദ ഇൻഡക്ഷൻ മോട്ടോർ. എന്തൊക്കെയാണ് അൺഡിസൈറബിൾ എഫക്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോഗിങ്ങും ക്രോളിങ്ങും. ഓക്കെ, എന്തുകൊണ്ടാണ് അതുണ്ടാവുന്നത്? ഡ്യൂ ടു റോങ് കോമ്പിനേഷൻ ഓഫ് നമ്പർ ഓഫ് റോട്ടർ ആൻഡ് സ്റ്റേറ്റർ സ്ലോട്ട്സ്. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്രോളിങ്. നമുക്കറിയാം റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, എയർ ഗ്യാപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി യൂഷ്വലി നോൺ സിനുസോയിഡൽ. ഓക്കെ, ഓൾസോ അതിന്റെ മീനിങ് എന്താണ്? അത് ജനറലി അത് ഹാർമോണിക്സ് കണ്ടെയ്ൻ ചെയ്യും. അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഹാർമോണിക്സ് യൂഷ്വലി തേർഡ്, ഫിഫ്ത്ത് ആൻഡ് സെവൻത്, 3 ഹാർമോണിക്സ് ആയിരിക്കും, ഓഡ് ഹാർമോണിക്സ്. ഓക്കെ, അതിൽ തേർഡ് ഹാർമോണിക്സിന്റെ കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് 3 times ദ മാഗ്നറ്റിക് പോൾസ് കമ്പയർഡ് ടു ദ ഫണ്ടമെന്റൽ. അതുപോലെ ഫിഫ്ത്തും സെവൻത്തും ആണെങ്കിലോ 5 and 7 times ഫണ്ടമെന്റൽസ് ആയിരിക്കും. ഓക്കെ, സോ ഈ ഹാർമോണിക്സ് in this flex wave, it will affect the torque speed characteristics. So we can say that motor with this presence of 7th harmonics, is to have a tendency to run the motor at 1/7 of the normal speed. അതായത് 7th ഹാർമോണിക്സിന്റെ പ്രസൻസിൽ ആ മോട്ടോറിന് ഒരു ടെൻഡൻസി ഉണ്ടാവും, എങ്ങനെ? നോർമൽ സ്പീഡിന്റെ 1/7 സ്പീഡിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഫിനോമിനന് പറയുന്ന പേരാണ് ക്രോളിംഗ് എന്നുള്ളത്. ഇനി വാട്ട് ഈസ് കോഗിങ്? ഈ ചില കേസുകളിൽ നമ്പർ ഓഫ് റോട്ടർ സ്ലോട്ട്സ് പ്രോപ്പർ റിലേഷൻ വിത്ത് നമ്പർ ഓഫ് സ്റ്റേറ്റർ സ്ലോട്ട് ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദിസ് മെഷീൻ വിൽ റെഫ്യൂസ് റൺ ആൻഡ് റിമെയിൻ സ്റ്റേഷനറി. അതായത് അവിടെ ഒരു ലോക്കിംഗ് സംഭവിക്കും. ഓക്കെ, അതായത് there will be a locking tendency between rotor and stator. അതിന് പറയുന്ന പേരാണ് കോഗിങ് എന്നുള്ളത്. ഓക്കെ, so to avoid these two effects, we have to select proper number of rotor slots in relation to the number of stator slots.
ഓക്കെ, ഇതിന്റെ അഡീഷനോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ റോട്ടർ സ്ലോട്ട്സ് എന്ന് പറയുന്നത് സ്ക്യൂഡ് ബൈ വൺ സ്ലോട്ട് പിച്ച്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? ടു മിനിമൈസ് ദ ടെൻഡൻസിറ്റി ഓഫ് കോഗിങ്. ഇങ്ങനെ സ്ക്യൂയിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വിചാരിച്ചാൽ റോട്ടർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇൻക്രീസ് ചെയ്യും. ഓൾസോ ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദ ലീക്കേജ് റിയാക്ടൻസ്, സോ റെഡ്യൂസസ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട് ആൻഡ് പവർ ഫാക്ടർ. സോ ഇത്തരം എഫക്റ്റുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് റോട്ടർ സ്ലോട്ട്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, കോഗിങ്ങും ക്രോളിങ്ങും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എങ്ങനെ സെലക്ട് ചെയ്യാം? നമ്പർ ഓഫ് സ്റ്റേറ്റ് സ്ലോട്ട്സ് എന്ന് പറയുന്നത് റോട്ടർ സ്ലോട്ട്സിന് ഒരിക്കലും ഈക്വൽ ആവരുത്. അതുകൂടാതെ SS മൈനസ് SR ഷുഡ് നോട്ട് ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3P. P എന്ന് പറയുന്ന നമ്പർ ഓഫ് പോൾസ് ആണ്. കൂടാതെ ടു അവോയ്ഡ് സിങ്ക്രോണസ് ഹുക്സ് ആൻഡ് കപ്സ് ഇൻ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ് എന്ന് പറയുന്നത് സിങ്ക്രോണസ് ആയിട്ടുള്ള ഡിപ്പുകളും പിന്നെ അതനുസരിച്ചുള്ള സ്റ്റാർട്ടുകളും കർവിലുള്ള ടോക്സിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഇറഗുലാരിറ്റീസ് ആണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ സെലക്ട് ചെയ്യാം? പ്ലസ് ഓർ മൈനസ് P, പ്ലസ് ഓർ മൈനസ് 2P, പ്ലസ് ഓർ മൈനസ് 5P. ഈ ഓർഡറിൽ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? റോട്ടർ സ്ലോട്ട്സിന്റെ എണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളിന്ന് പഠിച്ചത് എയർ ഗ്യാപ്പിന്റെ എഫക്റ്റും അതുകൂടാതെ റോട്ടർ സ്ലോട്ട്സിന്റെ സെലക്ഷനെ പറ്റിയിട്ടാണ്. വീഡിയോ ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.